ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തിരുനാളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തെ ഞാൻ എങ്ങനെ ഒരുക്കുന്നു, എൻ്റെ കുടുംബത്തെ ഞാൻ എങ്ങനെ ഒരുക്കുന്നു, അത് ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകളെ ഓർക്കാനുള്ള ഒരിടമാണ്. ആട്ടിടയന്മാരെ നയിച്ച ദൈവം പുൽക്കൂട്ടിലേക്ക് അവരെ നയിച്ചത് നക്ഷത്രം വഴികാട്ടിയായിരുന്നു. രാജാക്കന്മാർ ഈശോയെ അന്വേഷിച്ച് കടന്നു ചെന്നപ്പോഴും അവരെ നയിച്ചത് ആ ഒരു വെളിച്ചമായിരുന്നു. ഈ ക്രിസ്മസ് നാളുകളിൽ എന്നെ നയിക്കുന്ന സമാധാനത്തിൻ്റെ വെളിച്ചം, അത് എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. പലപ്പോഴും ക്രിസ്മസ് എന്ന് പറയുന്നത് കുറേ ആഘോഷങ്ങളും കുറേ നമ്മുടെ ജീവിതത്തിൽ നല്ലത് ഓർക്കാനും അയവറുക്കാനോട് ഇടമാണെന്ന് കരുതുമ്പോഴും ഇവിടെ ഒരു ആത്മീയമായ ആഘോഷത്തിന് പ്രസക്തിയുണ്ട്. നമുക്കറിയാം, നമ്മൾ വലിയ ക്ലബ്ബുകളും ആഘോഷങ്ങളും ഇല്യൂമിനേഷനും കൊണ്ട് നമ്മൾ ക്രിസ്മസിനെ വരവേൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കാൻ ഞാൻ വരവേൽക്കണം. എൻ്റെ കുടുംബത്തിൽ ഉണ്ണീശോയുടെ അനുഗ്രഹം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കണം. പലപ്പോഴും ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളല്ല, ആത്മീയതയുടെ ഒരു ആഘോഷമുണ്ട്. കുദാശകളോട് ചേർന്ന് നിൽക്കുന്ന ആഘോഷം, ആത്മീയമായ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ആഘോഷം, ഭൗതിക ആഘോഷത്തെക്കാളും ഉപരിയായി ദൈവസന്നിധിയിൽ ഒരു ആത്മീയമായ ആഘോഷം ഞാനും നിങ്ങളുമൊക്കെ നടത്തുമ്പോൾ അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, പണ്ടൊക്കെ 25 നോമ്പെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പൂർവികരും മാതാപിതാക്കളുമൊക്കെ അതിനെത്രമാത്രം നിഷ്കർഷയോടുകൂടി അത് ചെയ്തു പാലിച്ചവരാണ്. ഇന്ന് എത്ര പേര് 25 നോമ്പ് നോക്കുന്നു, അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം അർഹിക്കുന്നു. വരും തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജും സന്ദേശവുമെല്ലാം ഇതിൽ നിന്ന്, നമ്മുടെ ആത്മീയതയിൽ നിന്ന് വ്യക്തമാണ്. ഇന്ന് എവിടെ നോക്കിയാലും ലക്ഷങ്ങളുടെ പുൽക്കൂടുകൾ, ലക്ഷങ്ങൾ ചെലവിടുന്ന ആഘോഷങ്ങൾ, പല കരോൾ ഗാനങ്ങളും പല കേക്കുകളും നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഈശോയ്ക്ക് ഞാൻ ഒരു സ്പേസ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കണം. ഈശോയുടെ ഒരു സ്പേസാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നന്മ. ആ ഒരു നന്മയാണ് നമ്മളെ മുറുകെ പിടിക്കേണ്ടത്. നമ്മുടെ കൂടെ നടക്കുന്നവർക്കും നമ്മൾ പങ്കിടുമ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും ഈശോ നമ്മോട് പറയുന്നില്ലേ, പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ 5-ാം അധ്യായം 5-ാം തിരുവചനം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രത്യാശയോടെ സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ വലിയൊരു ആഘോഷമാണ് ക്രിസ്മസ്. ഓരോ ക്രിസ്മസും നമ്മെ വരവേൽക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തെ, ക്രിസ്തുവിനെ അയവറക്കുവാനാണ്. അത് നമ്മുടെ നന്മയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യമാണ്. ഓരോ ജീവിതത്തിലും ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മൾ പറയില്ലേ, ഈ നാട്ടിൽ നമ്മൾ വിളിച്ചു പറയുന്നില്ലേ, ക്രിസ്തുവിന്റെ ജനനം നമ്മൾ വിളിച്ചു പറയുമ്പോഴും ഓരോ കരോൾ ഗാനങ്ങളും ഓരോ കരോളും നമ്മുടെ വീടുകളിലേക്കൊക്കെ നമ്മൾ പാട്ടുപാടി ഈശോയുടെ ജനനത്തെ വരവേൽക്കുമ്പോൾ അത് മറ്റു തരത്തിലുള്ള ഭൗതിക ആഘോഷങ്ങളിലേക്ക് മാറിപ്പോകാതെ ആത്മീയ ആഘോഷങ്ങളുടെ ഒരു വിളിച്ചു പറയലായിരിക്കണം, ഒരു പ്രഘോഷണമായിരിക്കണം. അതിൻ്റെ പുറകിലുള്ള മദ്യപാനങ്ങളും അതിൻ്റെ പുറകിലുള്ള മറ്റു രീതിയിലുള്ള ഭൗതിക ആഘോഷങ്ങൾ അർത്ഥവത്തല്ല. അത് ക്രിസ്മസിന്റെ അർത്ഥത്തെ തന്നെ ഇല്ലാതാക്കുന്ന ആഘോഷങ്ങളിലേക്ക് മാറ്റും. തണുപ്പുള്ള നമുക്കറിയാം, നമ്മുടെ ഹൈദരാബാദിലൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഓരോ ഭവനത്തിലേക്ക് നമ്മൾ കരോൾ പാടി നമ്മൾ ആ ഭവനങ്ങളിലേക്ക് നമ്മൾ ഉണ്ണീശോയെ കൊണ്ട് ചെല്ലുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ, സമാധാനത്തെ, സന്തോഷത്തെ പങ്കുവെക്കുകയാണ്. ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന ആട്ടിടയന്മാര്, രാജാക്കന്മാര് പങ്കുവെച്ചത് അവരുടെ സന്തോഷമാണ്. അവരുടെ സന്തോഷത്തെ ഷെയർ ചെയ്യുകയാണ്. നമുക്കും ഈ ക്രിസ്മസിൽ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ജീവിതത്തിൽ, നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നത് വഴി ഞാൻ സുവിശേഷത്തിന്റെ സാക്ഷിയാകുകയാണ്. സുവിശേഷം എന്നിൽ ജീവിക്കും എന്ന് പറയുമ്പോൾ നമ്മുടേതായി ഒതുങ്ങി നിർത്തുന്ന ആഘോഷങ്ങളല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കൈത്താങ്ങായി, തണലായി, താങ്ങായി നമ്മൾ ഒത്തിരി പേരെ നമ്മൾ സഹായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അതിനൊരു കൃപ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. മറിയത്തിനോട് പറഞ്ഞില്ലേ, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും പറയാനായിട്ട് സാധിക്കണം, ജീവിക്കാനായിട്ട് സാധിക്കണം. ഈ ക്രിസ്മസ് ഒരർത്ഥവത്താണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളൊക്കെ നമ്മെ എങ്ങനെയാണ് ക്രിസ്മസിന് വേണ്ടി ഒരുക്കിയത്? ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ
നാളുകളിലൊക്കെ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ക്രിബുണ്ടാക്കിയും കരോൾ പാടിയും പല രീതിയിൽ നമ്മുടെ കൂട്ടായ്മയെ ഉറപ്പിക്കുകയായിരുന്നു. ഇന്ന് വെറുതെ ക്രിസ്മസിലേക്കൊന്നും പോകാതെ ക്രിബിലേക്കൊന്നും പോകാതെ കർത്താവിൻ്റെ ജനനത്തെ നമുക്ക് വിളിച്ചറിയിക്കുവാൻ, വിളിച്ചു പറയുവാൻ, സുവിശേഷത്തിന് സാക്ഷ്യമാകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ് ഈ ആഘോഷങ്ങളുടെ വലിയ അർത്ഥവത്തായ കാതൽ. ഓരോ ക്രിസ്മസും നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. നമുക്കറിയാം, നാളുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളും മറ്റു രീതിയിലുള്ള യുദ്ധങ്ങളും സമാധാനമില്ലാത്ത അവസ്ഥകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ വെല്ലുവിളികളെയാണ്. ഞാൻ ആരിലേക്കാണ് നോക്കുന്നത്? ഞാൻ ക്രിസ്തുവിലേക്ക് നോക്കണം. തൊഴുത്ത് കിടന്ന ഈശോയെ നമ്മളൊന്ന് ദർശിക്കുമ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ കുറേ കൂടിയൊക്കെ സിംപ്ലിഫൈ ചെയ്ത് ലളിതമാക്കി നമ്മൾ കുറച്ചും കൂടിയൊക്കെ മൂല്യം അല്ലെങ്കിൽ അർത്ഥവത്തായ സംസ്കാരമുള്ള ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് മാറുമ്പോൾ നമുക്കും വലിയൊരു പ്രതീകമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു സന്തോഷം തോന്നും. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊത്ത്, പൂർവികരോടൊത്ത്, നമുക്ക് ജനനം നൽകിയ മാതാപിതാക്കളെ ഒന്ന് മനസ്സിലാക്കുവാൻ, അവരോടൊപ്പം ഒരു ക്രിസ്മസിൻ്റെ ഊണ് കഴിക്കുവാൻ സാധിക്കുന്നത് വലിയ ഒരു അനുഗ്രഹമായിരിക്കും. ഞാനിപ്പോൾ ചെയ്യുന്ന എല്ലാ നന്മകളും എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതെല്ലാം ദൈവം 10 മടങ്ങായി തിരിച്ചു തരുമെന്നുള്ളത് ബോധ്യം നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നീ കൃപ കണ്ടെത്തിയോ? നിന്റെ ജീവിതത്തിൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ ഈ ക്രിസ്മസ് നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുക. അത് എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ, രോഗങ്ങളിൽ, വേദനകളിൽ, പോരായ്മകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തുവാനായിട്ട് എൻ്റെ ഹൃദയങ്ങളെ ഒരുക്കാം, എൻ്റെ മനസ്സിനെ ഒരുക്കാം. നമ്മുടെ ക്രിസ്മസ് നമ്മുടെ ഭവനങ്ങളെ ഒരുക്കാം. ആത്മീയമായി നമുക്ക് ഒരുങ്ങാം. ഇനി വരുന്ന 2 ആഴ്ചകളിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെയും ക്രിസ്മസിൻ്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി നന്ദി. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.